ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം നെഹമ്യാവിന്റെ പുസ്തകം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നെഹമ്യാ പ്രവചനം 8-ാം അധ്യായം 12-ാം വാക്യം. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. ഈ പുസ്തകത്തിലുടനീളം ആത്മീകമായൊരു പുതുക്കമാണ് നാം കാണുന്നത്. ദൈവം തൻ്റെ ജനത്തെ ക്രമപ്പെടുത്തുകയും വചനത്തിലൂടെ അവരെ ഒരുക്കുകയും മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മതിൽ പണി പൂർത്തീകരിച്ചതിനു ശേഷവും യെരുശലേമിന് ഏറെ ആവശ്യമായിരുന്നത് ആത്മീയമായ ഉണർവായിരുന്നു. അതിനായി നെഹമ്യാവും എസ്രാ പുരോഹിതനും ജനത്തെ പ്രത്യേകം രൂപപ്പെടുത്തിയെടുക്കുന്നു. ഈ ഭാഗത്തു നിന്നും ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുക. ആത്മീയ ജീവിതം ക്രമവും ഉത്തരവാദിത്വവും പുലർത്തുന്നതായിരിക്കണം. മതിൽ പണി തീർന്നു കഴിയുമ്പോൾ നെഹമ്യാവ് നഗരത്തിന്റെ സുരക്ഷയ്ക്കും ആത്മീയ ക്രമീകരണങ്ങൾക്കുമായി വിശ്വസ്തരും ദൈവഭക്തരുമായവരെ ഓരോ ഉത്തരവാദിത്വങ്ങൾ നൽകി നിയമിക്കുന്നു. ക്രമമായും ചിട്ടയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഒരു പ്രവൃത്തി പൂർത്തിയായാൽ തുടർന്ന് അത് സംരക്ഷിക്കാനും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനും ശ്രദ്ധിക്കണം. നെഹമ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ അതിനനുയോജ്യരായവരെ കണ്ടെത്തുകയും ആ നിയോഗങ്ങൾ അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ദൈവരാജ്യത്തിൽ ഏവർക്കും സ്ഥാനമുണ്ട് എന്ന വസ്തുത ഇതിലൂടെ വെളിവാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെയും ആത്മീയ ജീവിതത്തിൻ്റെ സുരക്ഷ നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നാം നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മീയ കാവൽക്കാരാകുക. നാം നമ്മുടെ സഭയിൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുക. അതിലുപരി നമ്മുടെ ആത്മീയ ജീവിതം ദിനം തോറും നാം കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യവുമാണ്. രണ്ടാമതായിട്ട്, ദൈവവചനത്തിലൂടെ ഉണർവ് സാധ്യമാക്കുക. എസ്രാ പ്രവാചകൻ ജനങ്ങൾക്ക് ന്യായപ്രമാണം വായിച്ചു കൊടുക്കുകയും ജനമെല്ലാം ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തതായി 8-ാം അധ്യായത്തിൽ നാം കാണുന്നു. ദൈവവചനം കേൾക്കുവാനുള്ളൊരു ദാഹം ജനത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. അത് ആത്മീയമായ ഒരു ഉണർവും ആയിരുന്നു. മാത്രമല്ല, ഇവിടെ ലേവ്യർ വചനത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുമുള്ള ബോധ്യങ്ങൾ ജനങ്ങളിൽ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം ജനത്തെ ശക്തിപ്പെടുത്തുകയും അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നാമും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ദൈവവചനം ഉപേക്ഷിക്കാതിരിക്കുക. ദിവസവും ദൈവവചനം വായിക്കുക. നമ്മുടെ ജീവിതത്തിൽ വായിച്ചതായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക. അതിനായി നാം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക. രൂപാന്തരം ആദ്യം നമ്മിൽ സംഭവിക്കട്ടെ. വചനത്തിലൂടെ പുതുക്കപ്പെടുന്ന അനുഭവത്തിന് ഉടമകളായി തീരുവാൻ അങ്ങനെ ദൈവം നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഇസ്രായേലിലൂടെയും നെഹമ്യാവിലൂടെയും ഇസ്രായേൽ ജനത്തെ രൂപപ്പെടുത്തിയെടുത്തായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അത്തരത്തിൽ ഞങ്ങളുടെയും ആത്മീയ ജീവിതങ്ങളെ കെട്ടിപ്പടുക്കുവാനും ദൈവവചനത്തിലൂടെ ഞങ്ങൾക്കും ഉണർവ് സാധ്യമാകുവാനും അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ.